ഇസ്രായേലികളുടെ തലവെട്ടിത്തുള്ളുന്ന ഇറാൻ പട, തറ തൊടാതെ ഓടി അമേരിക്കൻ പട. അമേരിക്ക ആക്രമണം തുടർന്നാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് ഇറാൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. തല വേണമെങ്കിൽ തറ തൊടാതെ ഓടിക്കൊള്ളണം എന്നാണ് ഇറാന്റെ വാചകം. അമേരിക്ക ഇനിയും ആക്രമണം തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാൽ ഞങ്ങൾ വെറുതെ നോക്കിയിരിക്കില്ല എന്നും ഇതുവരെ കാണാത്ത മറുപടി നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അമേരിക്കയ്ക്ക് മാത്രമല്ല ഇത് ഇസ്രായേലികൾക്കും ബാധകമാണ് എന്നതാണ്. തങ്ങളുടെ സൈനിക ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിന് മറുപടിയായിട്ട് ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം ആരംഭിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ്. മേഖലയിൽ സുരക്ഷിതരായിരിക്കണമെങ്കിൽ വിദേശ സൈന്യങ്ങൾ എത്രയും വേഗം തങ്ങളുടെ പ്രദേശം വിട്ടു പോകണമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർഗച്ചി മുന്നറിയിപ്പ് നൽകി. യുദ്ധക്കളത്തിൽ തുടർച്ചയായിട്ടുള്ള തോൽവികൾ നേരിട്ട് എങ്കിലും അമേരിക്ക ഞങ്ങളുടെ ദൃഢനിശ്ചയത്തെ വീണ്ടും പരീക്ഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നും നമ്മുടെ ശക്തമായിട്ടുള്ള സായുധ സേന ഒരു ആക്രമണത്തെയും വെറുതെ വിടില്ല എന്ന് കൂടി അർഗച്ചി പ്രഖ്യാപിക്കുകയാണ്. പെർഷ്യൻ ഗൾഫിന്റെ ചരിത്രത്തിൽ പുറത്തു നിന്നുള്ള ശക്തികൾക്ക് ധാരണമായിട്ടുള്ള വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. നയതന്ത്രം നഷ്ടപ്പെടുന്നവരാണ് എങ്കിലും മറുഭാഷയിൽ സംസാരിക്കുവാനും തങ്ങൾക്കറിയാമെന്ന് ഞങ്ങൾ വ്യക്തമാക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചിട്ടതോടെയാണ് സംഘർഷം തുടങ്ങിയത്. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണ് എന്നും ഇതിന് തക്കതായിട്ടുള്ള മറുപടി നൽകേണ്ടതുണ്ട് എന്നും ട്രംപ് അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇതിന് പിന്നാലെയാണ് അമേരിക്ക ഇറാനിലെ തെക്കൻ മേഖലകളിൽ ആനുപാതികമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ ആരംഭിച്ചത്. ഇറാനിലെ ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ കൊഹസ്ഥാൻ, സിരിക്, മിനാബ്, തീരദേശ നഗരമായിട്ടുള്ള ബന്ദർ അബ്ബാസ് തുടങ്ങിയ മേഖലകളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു. അതേസമയം ഹെലികോപ്റ്റർ മനഃപൂർവ്വം ലക്ഷ്യമിട്ടതല്ല എന്നും അതൊരു അപകടമായിരിക്കാമെന്നുമാണ് ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായ ഖാസിം ഗൗരിബാബാദിയുടെ വാദം. ഖതമൽ അൻബിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ വക്താവ് ഇബ്രാഹിം സോൾഫാഗാരി അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളുടെ സമീപമുള്ള രാജ്യങ്ങളിലെ ജനങ്ങളോട് സുരക്ഷിതമായിട്ടുള്ള അകലം പാലിക്കുവാൻ ഉപദേശിച്ചിരിക്കാൻ ദിവസങ്ങൾക്ക് മുൻപ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഇതോടെ തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം. മേഖലയിൽ സംഘർഷം ലഘൂകരിക്കുവാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ പോലും അട്ടിമറിക്കുന്ന തരത്തിലാണ് നിലവിലെ സൈനിക നടപടികൾ മുന്നേറുന്നത്. ആഗോളതലത്തിൽ നിർണായകമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിൽ അപ്രതീക്ഷിതമായിട്ട് പൊട്ടിപ്പുറപ്പെട്ട ഈ യുദ്ധം ലോകരാജ്യങ്ങളെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് എന്നുള്ള കാര്യം സത്യമാണ്. യഥാർത്ഥത്തിൽ അടിതെറ്റി ഓടുകയാണ് അമേരിക്ക. കാരണം അവർക്ക് ഈ യുദ്ധത്തിൽ നഷ്ടമായത് 1ഉം 2ഉം അല്ല, 43 വിമാനങ്ങളാണ്. ഇറാന്റെ മുന്നിൽ ട്രംപിന്റെ കണക്ക് പുസ്തകം തെറ്റുകയാണോ എന്ന് തോന്നിപ്പോകും. യുദ്ധമുഖത്ത് അമേരിക്കൻ സൈന്യത്തിന് വീണ്ടും കനത്ത പ്രഹരമേൽക്കുന്നു. ജൂൺ 8-ന് ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ വെച്ച് അമേരിക്കൻ കരസേനയുടെ അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്റർ തകർന്നു വീഴുന്നു. അപകടത്തിൽ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 2 പൈലറ്റുമാരെയും സുരക്ഷിതമായിട്ട് രക്ഷപ്പെടുത്തിയതായിട്ട് ട്രംപ് സ്ഥിരീകരിക്കുന്നു. സംഭവം നടന്ന മണിക്കൂറുകൾ പിന്നിട്ടിട്ടും അപകട കാരണം വ്യക്തമാക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇതുപോലുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നഷ്ടമാകുന്ന 43ാമത്തെ വിമാനമാണ് തകർന്നു വീണ ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ. ഇതുവരെ നഷ്ടപ്പെട്ട വിമാനങ്ങളുടെ ആകെ മൂല്യം ഏകദേശം $3 ബില്യൺ. സാധാരണക്കാരായ അമേരിക്കൻ നികുതിദായകരാണ് ഈ യുദ്ധത്തിന്റെ ഭീമമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത പേർന്നത് എന്നത് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നതാണ്. സാങ്കേതിക തകരാറാണോ അതോ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധമാണോ അപകടത്തിന് കാരണമെന്നതിനെ കുറിച്ച് പെന്റഗൺ വിശദമായിട്ടുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തെ ഒരു നിസ്സാര സംഭവമായി തള്ളിക്കളയാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. എന്നാൽ യുദ്ധം 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കൻ സൈന്യത്തിന്റെ ആത്മവിശ്വാസം വല്ലാതെ ചോർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഈ ഫസ്റ്റ് പോസ്റ്റ് ലാൻഡയിലെ ഹോം കവർ സാരോയ റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ അമേരിക്കൻ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നുള്ളതാണ്. ട്രംപിന്റെ യുദ്ധനയങ്ങളെ 70% അമേരിക്കക്കാരും എതിർക്കുന്നതായിട്ടാണ് സമീപകാല അഭിപ്രായ സർവേകൾ അടക്കം അമേരിക്കയിൽ വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ ആകാശം അമേരിക്കൻ വിമാനങ്ങളുടെ ശവപ്പറമ്പായി മാറുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഓരോ നിമിഷവും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപിന്റെ സൈനിക കണക്കുകൾ പലപ്പോഴും അവ്യക്തമാകുമ്പോൾ നഷ്ടപ്പെടുന്നത് അമേരിക്കൻ ജനതയുടെ പണവും രാജ്യത്തിന്റെ പ്രതിച്ഛായമാണെന്ന് പറയട്ടെ. അതുകൊണ്ട് തന്നെ ഇസ്രയേലികളാണോ അമേരിക്കക്കാരാണോ എന്ന് നോക്കുന്നൊരു സ്വഭാവം ഇനി ഇറാൻ ഉണ്ടാകില്ല. ആരുടെയാണെങ്കിലും തലവെട്ടിത്തുള്ളുന്ന ഒരു പടയായിരിക്കും ഇറാൻ്റെത് എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇസ്രായേലികളുടെ ജീവിതം ഇതോടുകൂടി ഇല്ലാതാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തറ തൊടാതെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പടയും തലവെട്ടിത്തുള്ളാൻ നിൽക്കുന്ന ഇറാൻ പടയും
ഇതിനിടയിൽ പെട്ടുപോകുന്ന ഇസ്രായേലുകളും ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് അറിയാതെ ഉഴലുകയാണ്.